എല്ലാവർക്കും +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് നമ്മൾ പറഞ്ഞു. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? Electric dipole, it is an equal and opposite charges, two equal and opposite charges separated by a very small distance അല്ലെങ്കിൽ by a finite distance. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? പി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ചാർജ് ഇൻറ്റു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി ഡൈപോൾ, ദാറ്റ് ഈസ് Q ഇൻറ്റു 2L. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ നോക്കിയാൽ നമ്മൾ ഈക്വൽ ചാർജസ്, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ദാറ്റ് ഈസ് -Q ആൻഡ് +Q സിറ്റുവേറ്റഡ് അറ്റ് A ആൻഡ് B. ആൻഡ് ഓൾസോ ഹിയർ ഈസ് ദ പോയിന്റ് P. ഈ പോയിന്റിലെയാണ് നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത്, ഇക്വേഷൻ. അതുപോലെ സെൻറ്റർ ഓഫ് ദി ഡൈപോൾ ആണ് O. സെൻറ്റർ ഓഫ് ദി ഡൈപോൾ ഈസ് O. അതുപോലെ ഈ ബിയിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ CP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു BP. അതിനുവേണ്ടിയാണ് നമ്മളൊരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കുന്നത്. അതേപോലെ തന്നെ എയിൽ നിന്നും ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. DP ഡിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫ്രം A ടു P, ഡിസ്റ്റൻസ് ഈസ് AP ഈസ് R2 ആൻഡ് ഫ്രം B ടു P ഈസ് R1. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ആംഗിൾ എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ആംഗിൾ, ദാറ്റ് ഈസ് ദി OP എന്ന് പറയുന്ന ലൈൻ, ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ, ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഡൈപോൾ. ഡൈപോളുമായിട്ട് ഒരു തീറ്റ ആംഗിളിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ രണ്ട് കേസുകളുണ്ട്, ഒന്ന് ആക്സിയൽ ലൈനും അതുപോലെ ഇക്വറ്റോറിയൽ ലൈനും. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ജനറൽ ഇക്വേഷനാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ആംഗിൾ തീറ്റ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഈ ഡിസ്റ്റൻസ് O മുതൽ B വരെ ഡിസ്റ്റൻസ് L ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് OC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് L cos തീറ്റ. അതുപോലെ തന്നെ OD ഡിസ്റ്റൻസ് ഈസ് L cos തീറ്റ ബിക്കോസ് ദിസ് ടു ആംഗിൾ ആർ സെയിം, L cos തീറ്റ. OC ഈസ് L cos തീറ്റ ആൻഡ് OD ഈസ് L cos തീറ്റ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ P എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഈച്ച് ചാർജ്, അതായത് +Q ചാർജും -Q ചാർജും മൂലമുള്ള പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ നെറ്റ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമുക്ക് ഓൾജിബ്രൈക് സം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ പൊട്ടൻഷ്യൽ അറ്റ് P ഡ്യൂ ടു +Q ചാർജ്. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ ഓർത്തിരിക്കണം, ഡിസ്റ്റൻസ് ഈസ് BP. നമ്മളിപ്പോൾ ആദ്യം BP എന്ന് തന്നെ ഡിനോട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് V1 ഈസ് ഈക്വൽ ടു, അതിന് നമ്മൾ V1 എന്ന് കൊടുക്കും, 1 ബൈ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, 1/4πε0 Q/R എന്നുള്ളതാണ്. അപ്പോൾ Q/ ഞാനിവിടെ BP എന്ന് തന്നെ കൊടുക്കുകയാണ്. ഡിസ്റ്റൻസ് ഫ്രം പ്ലസ് ചാർജ് ടു P. അതുപോലെ അറ്റ് P ഡ്യൂ ടു പൊട്ടൻഷ്യൽ അറ്റ് P ഡ്യൂ ടു -Q, V2 ഈസ് ഈക്വൽ ടു 1/4πε0 Q എന്ന് പറയുന്നത് -Q ആണ്. അപ്പോൾ നമ്മൾ മൈനസ് എന്ന് കൊടുക്കുക, -AP. ഇപ്പം നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് P, പിയിലെ നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും
ഓൾജിബ്രിക് സം നെഗറ്റീവ് നമ്മൾ നോക്കണം. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2. അപ്പോൾ V1 1/4πε0 Q ബൈ BP. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ദാറ്റ് ഈസ് മൈനസ് 1/4πε0 Q ബൈ AP. ഇനി നമുക്ക് AP അതുപോലെ BP ഇതിനെ നമുക്ക് ആറിൻ്റെ ടേംസിൽ, ആർ എന്ന് പറയുന്നത് ഫ്രം സെൻറ്റർ ടു പി, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദി ഡൈപോൾ ടു പോയിന്റ് പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. ആ ടേംസിൽ എഴുതാൻ പോവാണ്. നമുക്ക് ആദ്യം AP എന്നുള്ളതിനെ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഓൾമോസ്റ്റ് ഈക്വൽ ടു ഒരു വാല്യൂ ഉണ്ട്, AP. ഇതാണ് ഈ ദൂരം തന്നെ ആയിരിക്കും അല്ലോ, DP ആണ്. DP ഓൾമോസ്റ്റ് ഈക്വൽ ടു DP. അപ്പോൾ DP എന്ന് പറയുന്നത് നമുക്ക് 6 ടേംസ് എഴുതാൻ പറ്റും. കാരണം വെച്ചാൽ ഈ P മുതൽ O വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 6. പിന്നെ ബാക്കിയുള്ള ഡിസ്റ്റൻസ് എന്താണ്? L cos theta. OD എന്ന് പറയുന്നത് OD is L cos theta and OP is R. So what is DP? Total distance R plus അല്ലേ L cos theta. ഇതേപോലെ തന്നെ ആറിൻ്റെ ടേംസിൽ നമ്മൾ BP എഴുതിയാൽ BP ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, BP എന്ന് പറയുന്നത് CP തന്നെയാണ് അല്ലേ, ഓൾമോസ്റ്റ് ഈക്വൽ ടു CP. ദാറ്റ് ഈസ് ഈക്വൽ ടു CP ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ്? ഈ ടോട്ടലാണ് 6, പക്ഷേ 6 വരെ ഇല്ല, ബാക്കി ഇത്രയും ഭാഗം നമുക്ക് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് R മൈനസ് L cos theta. ഇപ്പോൾ AP യുടെ സ്ഥാനത്ത് നമ്മൾ R പ്ലസ് L cos thetaയും BP അല്ലെങ്കിൽ AP എന്നുള്ളത് R2, നമുക്ക് അങ്ങനെയും കൂടെ വേണമെങ്കിൽ ആ രീതിയിലും എഴുതാം, R1 R2. ഇവിടെ നമുക്ക് BP യുടെ സ്ഥാനത്ത് ഇവിടെ നമുക്ക് R1 എന്നും R2 എന്നും എഴുതാം. അപ്പോൾ അതാണ് നമ്മൾ ഈ കണ്ടുപിടിച്ചത് AP ആൻഡ് BP. ഇനി നമുക്കിതിനെ ഈ BP അതുപോലെ APയെ ഈ R പ്ലസ് L cos theta ടേംസിൽ എഴുതാം. ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കോമൺ ഫാക്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് Q ബൈ 4πε0 ആൻഡ് 1 BP ആണ് ആദ്യം. BP എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു R മൈനസ് L cos theta മൈനസ് 1/AP. APയുടെ സ്ഥാനത്ത് R പ്ലസ് L cos theta. ഇനി ഇതിൻ്റെ LCM കണ്ടുപിടിക്കുകയാണ്. 1/4πε0. ഇത് രണ്ടും കൂടെ എത്ര വരും? ഇത് നമ്മൾ A പ്ലസ് B ഇൻറ്റു A മൈനസ് B എന്നുള്ള ഫോമാണ്. ദാറ്റ് ഈസ് R² മൈനസ് L² cos സ്ക്വയർ തീറ്റ. മുകളിൽ വരുന്നത് ഇവിടെ R പ്ലസ് L cos തീറ്റ മൈനസ് ഇവിടെ വരുന്ന R മൈനസ് L cos തീറ്റയാണ്. അപ്പോൾ അവിടെ ഒരു മൈനസ് വരുന്ന ഓർത്തോണം, R പ്ലസ് L. കാരണം ഇവിടെ വരുന്നത് മൈനസ്, ഇപ്പോൾ മൈനസ് R മൈനസ് L cos തീറ്റ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആകുന്നു, അതാണ് ഈ പ്ലസ് കാണിക്കുന്നത്. ഇനിയും Q ബൈ 4πε0. ഇവിടെ R നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് ബാക്കി വരുന്നത് 2L cos തീറ്റ ബൈ R² മൈനസ് L² cos സ്ക്വയർ തീറ്റ. ഇനി നമ്മളിവിടെ 2L ഉണ്ട്, Q ഉണ്ട്. അപ്പോൾ 1/4πε0 Q 2L cos തീറ്റ ബൈ R² മൈനസ് L² cos സ്ക്വയർ തീറ്റ. ഈ Q ഇൻറ്റു 2L എത്രയാണ്? ഇവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 P cos തീറ്റ ബൈ R² മൈനസ് L² cos സ്ക്വയർ തീറ്റ.
ഇവിടെ ഈ എൽ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി ചാർജ് എന്ന് ഡൈപോൾ എന്ന് പറയുന്നത് 12. ആ എൽ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കമ്പയർ ടു ദിസ് ആർ. അപ്പോൾ നമുക്കിങ്ങനെ ഈ ആർ സ്ക്വയറിൽ നിന്ന് ഈ എൽ സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു നെഗ്ലിജിബിൾ വാല്യൂ ആയിരിക്കും ഇത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എൽ സ്ക്വയറിനെ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എൽ സ്ക്വയർ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ബാക്കി കിട്ടുന്നത് വി ഈസ് ഈക്വൽ ടു 1/4πε0 പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഇത് ജനറൽ ഇക്വേഷനാണ്. ഇവിടെ നമ്മൾ രണ്ട് കേസുകൾ പറയും. രണ്ട് കേസുകൾ എന്ന് പറയുന്നത്, ഒന്ന് കേസ് 1 ആക്സിയൽ ലൈൻ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചിട്ടുള്ളതാണ് ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്. ആ ഒരു ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ആക്സിയൽ ലൈനിൽ വരുമ്പോൾ ആക്സിയൽ ലൈൻ ഇപ്പോൾ നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റ് ആക്സിയൽ ലൈൻ വരും. അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്ന് അല്ലെങ്കിൽ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗിൾ എത്ര ആയിരിക്കും? തീറ്റ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? തീറ്റ ബിക്കംസ്, ഈ ഒരു ഇക്വേഷനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തീറ്റ എന്തായിട്ട് മാറും? പി ആക്സിയൽ ലൈനിൽ വരുമ്പോൾ 0. അപ്പോൾ therefore 1/4πε0 p by r square. അപ്പോൾ ആക്സിയൽ ലൈനിൽ ഇതാണ് വാല്യൂ. അടുത്ത ഇക്വറ്റോറിയലിൽ ഇത് ആക്സിയലിലാണ് തീറ്റ 0 വരുന്നത്. അപ്പോൾ ഇക്വറ്റോറിയൽ വരുമ്പോൾ എങ്ങനെയാണ്? ഇത് ഇങ്ങനെ വരുന്നു അല്ലേ? പി എന്ന് പറഞ്ഞാൽ ഇക്വേറ്റർ, അപ്പോൾ അല്ലെങ്കിൽ എത്ര ആയിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ആംഗിൾ എത്ര വരും? ആംഗിൾ ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ വരും? വി ഈസ് ഈക്വൽ ടു 1/4πε0 p cos 90 0 by r square. That is v is equal to 0. A potential at a point on the equator, അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അതുപോലെ തന്നെ ആക്സിയൽ ലൈനിലെ 1/4πε0 q p by r square. p എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഇക്വേറ്ററിലുള്ളത് 0 ആക്സിയലുള്ളതും വാല്യൂ അല്ലെങ്കിൽ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ജനറൽ ഇക്വേഷനാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് ഇതല്ലാതെ തന്നെ ഈ ആംഗിൾ എടുക്കാതെ തന്നെ നമുക്ക് അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും.